കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന പ്രകാശൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. തന്റെ മകനാണ് വിക്രം. പക്ഷേങ്കിൽ തന്റെ പെൺമക്കൾക്ക് എന്തേലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ താൻ ഭൂമിയിൽ ജീവനോടെ വെച്ചേക്കില്ല. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും എത്രയൊക്കെ സ്നേഹിച്ച് വളർത്തിക്കൊണ്ട് വന്നവനാന്ന് പറഞ്ഞാലും ഇനി അവന് അങ്ങനെ ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ വെറുതെ വിടില്ല എന്നൊക്കെ ഒരു ചിന്ത പ്രകാശന്റെ മനസ്സിലുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരു പക്ഷെ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ കാർത്തി മോളൻ കല്യാണിയെ ഇല്ലാതാക്കാനായിട്ട് വരും. അത് സംഭവിക്കുക തന്നെ ചെയ്യും. രണ്ടുപേരുടെയും ജീവൻ ആപത്താണ്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ അവന്റെ കാര്യം കൈയോടെ കഴിക്കണം എന്നൊക്കെ ഒരു ചിന്ത പ്രകാശന്റെ മനസ്സിലുണ്ട്. പക്ഷെ പ്രകാശൻ അത് ആരോടും പറഞ്ഞില്ല. തൽക്കാലത്തേക്ക് ആരും അറിയണ്ട എന്നൊരു ചിന്തയായിരുന്നു പ്രകാശന്റെ മനസ്സിൽ. ആ സമയത്ത് കല്യാണിയെ കാണാനായിട്ട് കാദംബരി വരുന്നുണ്ട്. കാദംബരി വന്ന് സംസാരിക്കണ സമയത്ത് കല്യാണിയോട് വിക്രം പുറത്തിറങ്ങിയ കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഞാൻ അറിഞ്ഞായിരുന്നു കാദംബരി ചേച്ചി, കാർത്തിയേച്ചിയൊക്കെ വന്ന് പറഞ്ഞായിരുന്നു പറഞ്ഞു. സൂക്ഷിക്കണം, കാരണം അവൻ ഇപ്പോഴും പകയുണ്ട്. നിന്നോടും കാർത്തിയോടും ഒക്കെ ഏറ്റവും കൂടുതൽ പക. എനിക്കറിയാം, ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അവൻ എത്ര പകയായിട്ട് വന്നെന്ന് പറഞ്ഞാലും ദൈവം തമ്പനെ തീരുമാനിക്കണം എന്റെ കാര്യത്തില്. അല്ലെങ്കിൽ പിന്നെ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടന്റെ കത്തിമുനിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമായിരുന്നോ? ഞാൻ തീർന്നു പോകണ്ടല്ലേന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആയുസ് ഇനിയും ദൈവം നീട്ടി വെച്ചിട്ടുണ്ട്, അതാന്ന് പറഞ്ഞു. കാദംബരി പറഞ്ഞു, സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് ആ വിക്രം. രതീഷേട്ടൻ പറയുന്നത് എന്താണെന്നറിയോ? കിരണേട്ടൻ അവനെ കൊന്നു കളയണമെന്നാ പറയണേ. ശരിക്കും അങ്ങനെ തന്നെ ചെയ്യണ്ടേന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അങ്ങനെ കൊന്നുവഴെങ്കിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. അല്ല, കാദംബരേച്ചിക്ക് വിഷമമുണ്ടോന്ന് ചോദിച്ചു. ഞാൻ എന്തിനു വിഷമിക്കണം? എനിക്ക് സങ്കടമില്ലാത്ത കാര്യമാണ്. അവൻ മരിക്കേണ്ടവനാ. കാര്യം പറഞ്ഞ സ്വന്തം സഹോദരനൊക്കെയാണ്. കല്യാണി പറഞ്ഞു, ആകപ്പാടെ കുടുംബത്തിലുള്ള ഒരേ ഒരു ആൺതരിയാണ്. 3 പെങ്ങന്മാർക്കുള്ള. പക്ഷെ അവന്റെ സ്വഭാവം പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ അവനെ കുഞ്ഞുനാളിൽ അത്ര സ്നേഹിച്ച് തലയെ കൊണ്ട് നടന്നിരുന്ന ഒടുവില് അച്ഛനിട്ട് അവൻ പണി കൊടുത്തില്ലേന്ന് ചോദിച്ചു. അതെ കല്യാണി, അവൻ ആ ദേഷ്യവും വാശിയൊക്കെ കാണും. പ്രത്യേകിച്ച് ഗംഗാപ്രസാദും സ്റ്റെഫിയൊക്കെ തീർന്നെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ വെറുതെ ഇരിക്കില്ല. അവൻ ഇങ്ങോട്ടേക്ക് പല ലക്ഷ്യങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. നിങ്ങളെയൊക്കെ തീർത്തിട്ട് വീണ്ടും ജയിലിലേക്ക് പോകാനായിട്ടായിരിക്കും അവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അവന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല കാദംബരി ചേച്ചി. അതിനു മുമ്പ് തന്നെ അവന്റെ കഥ ഇനി കിരണേട്ടൻ തീർത്തിരിക്കും. ഇനി അവൻ അങ്ങനെയാണെങ്കിൽ, കാരണം രക്ഷപ്പെടാനായിട്ട് അവന് കുറെ അവസരങ്ങൾ കൊടുത്താ, നന്നാവാൻ അവസരം കൊടുത്താ. എന്തിനാർ പറയുന്നു, നമ്മുടെ അച്ഛനും അമ്മൂമ്മയും ഒക്കെ നന്നായില്ലേ? അവർക്കൊക്കെ മനസ്സുമാറ്റം ഉണ്ടായില്ലേ? എന്നിട്ടും സരയു വരെ മാറിയിട്ട് പോലും അവനൊരു മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു. കാദംബരി പറഞ്ഞു, സരയുനെ അത്രയ്ക്ക് അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണ്ട. പഴയതുപോലെ ഒന്നും അല്ല. അവൾക്ക് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. കമ്പനി ജോലിയും കൂടെ കൊടുത്തതിന് ശേഷം അവളിപ്പോ പഴയ സരയു അല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കാദംബരി പറഞ്ഞു, എനിക്കെന്തോ അവളെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് രതിയായിട്ടും പറയുന്നത്. സരയു ആയതുകൊണ്ട് കണ്ണടച്ച് വിശ്വസിക്കേണ്ടെന്ന്. അവൾ എപ്പോഴാ കൂടെ നിന്നിട്ട് ചതിക്കണേന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചതിക്കോ? എനിക്ക് അത്രയ്ക്കും വിശ്വാസം ഇല്ലാന്ന് പറഞ്ഞു. ഈ സമയത്ത് കിരൺ കമ്പനി ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സരയു അങ്ങോട്ട് വന്നു. സരയു വന്നു കഴിഞ്ഞപ്പോഴത്തേനും 1-2 പ്ലാനെ കുറിച്ചൊക്കെ കിരൺ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം സരയുനോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ചോദിച്ചു. എന്താ? നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഒരുത്തരും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട്, ആ വിക്രം, 3ാമത്തവന്. അത് കേട്ടതും സരയു ആദ്യമായിട്ട് കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ല, അവൻ പരോളിന് വന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ ചോദിച്ചു. സത്യമാണോ കിരണെ പറയണമെന്ന് ചോദിച്ചു. അതെ, അവന്റെ വരവിന്റെ ഉദ്ദേശം കാർത്തികയും കല്യാണി ഇല്ലാതാക്കുമെന്ന് തോന്നേ. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. സരയു പറഞ്ഞു, ദേ സൂക്ഷിക്കണം കേട്ടോ കിരണെ. കല്യാണിയോടും കാർത്തിയോടും ഒക്കെ സൂക്ഷിച്ചും കണ്ടും ഇരിക്കാൻ പറയണം. അവൻ ചിലപ്പോ കൊല്ലാനും മടിക്കില്ല. അവന് വൈരാഗ്യത്തോടെ ആയിരിക്കും വന്നിരിക്കുന്നത്. കിരണ് പക്ഷെ സരയുവിന്റെ ചതിയൊന്നും അറിയില്ലോ. കിരൺ പറഞ്ഞു, അതെ, അവൻ വൈരാഗ്യ ബുദ്ധിയോട് കൂടി തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണ്, സൂക്ഷിക്കണം. അവനെ അങ്ങ് കൊന്നു കളഞ്ഞാലേ ഇനി അവനെ ഇനി ഭൂമിയിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. അവനെ തീർത്ത് കളയണമെന്ന് പറഞ്ഞു. കല്യാണിക്കും കാർത്തികയ്ക്കും എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് അവനെ തീർത്ത് കളയുന്നതല്ലേ നല്ലത്. കിരൺ പറഞ്ഞു, അത് തന്നെ ഞാനും ചെയ്യാൻ പോകുന്നേ. അവനെ കാർത്തികയ്ക്കും കല്യാണിക്കും എതിരെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ജീവനോടെ ഈ ഭൂമിയിൽ കാണത്തില്ല. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന രാഹുലും ഗംഗാപ്രസാദും സ്റ്റെഫിയും ഒക്കെ പോയ സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് തന്നെ അവനെ ഞാൻ പറഞ്ഞു വിടും. കാര്യം പറഞ്ഞാല് കല്യാണിയുടെ സഹോദരനൊക്കെ തന്നെയാണ്, ചോരയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ചോരയാണെങ്കിൽ അവനെ പിന്നെ ഭൂമിയിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? സെന്റിമെന്റ്സും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആക്കി നിന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ ജീവൻ പോവും. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല.
അത് കേട്ടപ്പം സരയു പറഞ്ഞു, അത് ശരിയാ കിരണേ, അവൻ ഇതിനു മുമ്പും കാർത്തേനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ കല്യാണിയെ. അപ്പൊ അവൻ പരോളിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും, സൂക്ഷിച്ച് നിൽക്കണമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് കല്യാണിയോടും കാർത്തിയോടൊക്കെ ഞാൻ സൂക്ഷിച്ചും കണ്ട് നിൽക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് സരയോടന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുവാണ്. സരയുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാരും പേടിക്കുന്നുണ്ട് വിക്രത്തിനെ. അവന് ഉറപ്പായിട്ടും കല്യാണിന്റെയൊക്കെ കഥ കഴിച്ചിട്ടോ തിരികെ പോകുള്ളൂ. എടാ കിരണേ, നിനക്കറിയത്തില്ല, കല്യാണിയൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നീ വെറുതെ ഇരിക്കില്ല എന്ന് എനിക്കറിയാം. നീ അവനെ തീർത്തോളൂ. പിന്നെ ഞാനും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവാ. ഒരു തെളിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അവനോടൊപ്പം ഞാൻ ചേർന്നതിന്. അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാവും എന്നൊരു ചിന്തയായിരുന്നു സരയുവിന്റെ മനസ്സിൽ. നീ അവനെ തീർത്താലും എനിക്ക് പിന്നെ പ്രശ്നമില്ല. കല്യാണിയെ തീർത്തു കഴിഞ്ഞിട്ട് നീ അവനെ തീർത്തോ. പക്ഷെ അതുവരെ അവനൊന്നും സംഭവിച്ചുകൂടാ എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അവനാണ് ഏക പ്രതീക്ഷ. രാഹുലിനെ പറഞ്ഞു വിട്ടാ കല്യാണി ഇല്ലാതാക്കാനായിട്ട്. പക്ഷെ അത് നടന്നില്ലല്ലോ. ഇനി അങ്ങനെ ആയിരിക്കരുത്. അങ്ങനെ അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സരയു വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പം താര വിക്രം പുറത്തിറങ്ങിയ കാര്യത്തെക്കുറിച്ചൊക്കെ പറയണം. താരയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. കല്യാണിക്കൊക്കെ എന്തെങ്കിലും ആപത്ത് വരുവാന്ന്. സരയു പറഞ്ഞു, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കല്യാണിക്ക് ആപത്ത് സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാ. കല്യാണി മിക്കവാറും ഇല്ലാതാക്കും. പിന്നെ ജീവനോടെ ഇരിക്കില്ല. അവനെ തീർത്ത് കളയും കിരൺ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പം താരയ്ക്ക് ഭയങ്കര വിഷമായി. കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന്. സരയു പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരോടും പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അമ്മയും മോളും തമ്മിലൊരു ബന്ധം ഉണ്ടാകത്തില്ല. നിങ്ങളെ വിശ്വസിച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളും പറയണേ, അറിയാലോ. താരയ്ക്ക് ഭയങ്കര വിഷമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ ഒരു വേള ഒന്ന് വിളിച്ചു പറഞ്ഞാലോ എന്ന് പോലും ആലോചിച്ചു, കിരണിനോടും കല്യാണിയോടും ഒക്കെ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഉണ്ടാകുന്ന അനന്തര ഫലം എന്തായിരിക്കും? ഇവള് പിന്നെ തന്നെ വെറുതെ വിടുവോ? മാത്രല്ല തന്നെ പിന്നെ അമ്മയായിട്ട് ഇവൾ ഒരിക്കലും കരുതൂല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ താരയ്ക്കും ഭയങ്കര സങ്കടമായി. പക്ഷെ കല്യാണിക്ക് ഒരു ആപത്ത് വരാന്ന് പറഞ്ഞാൽ അത് താരയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനെ വിളിക്കുവാണ് സരയു വിളിച്ച് വിക്രമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വിക്രം പറഞ്ഞു, നീ പേടിക്കേണ്ട സരയു, നിന്റെ അച്ഛനുണ്ടല്ലോ രാഹുലെങ്കില്, കല്യാണിയെ കൊല്ലാനായിട്ട് കത്തിയായിട്ടാ പോയെങ്കിൽ ഞാൻ പക്ഷെ അങ്ങനെയല്ല, അതിനേക്കാളും മൂർച്ചുകൂടി ആയുധമായിട്ടാ പോന്നെ. ഞാൻ തോക്കുമായിട്ടാ പോന്നെ. ഒറ്റ ഷൂട്ടിന് തന്നെ അവളെ ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സരയു ഒരു അന്താളിപ്പോട് ചോദിച്ചു, തോക്കുമായിട്ടോ? അതെ, അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി എനിക്കൊന്നും നോക്കാനില്ലെന്ന് പറഞ്ഞു. അവളെ തീർക്കുക, അവളെ മാത്രമല്ല ആ കാർത്തികെ, അവരെ തീർത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, സൂക്ഷിക്കണം. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിനക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് അവരൊന്ന് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ? എനിക്ക് അങ്ങോട്ടേക്ക് വന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സരയു പറഞ്ഞു, ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അതെ, അത്ര ഒരു ഉപകാരം നീ എനിക്ക് ചെയ്തു തരണം. അവരെ പുറത്തിറക്കണം. കല്യാണിയെ വീടിനകത്ത് കയറി എനിക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. പക്ഷെ അവളെ പുറത്തെത്തിക്കുകയാണെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സരയു ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരുങ്ങുവാണ്. കല്യാണി ഇല്ലാതാക്കാനായിട്ട് വിക്രത്തോടൊപ്പം കൂട്ടുചേരുവാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ ഇല്ലാതാക്കണം എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. അങ്ങനെ അന്ന് രാത്രി കിടക്കണ സമയത്ത് കല്യാണിയോട് കിരൺ പറഞ്ഞു, നിനക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചു. എന്തിന്? അല്ല, ആ വിക്രത്തിന്റെ കാര്യത്തില്. എനിക്ക് പേടിയില്ല കിരണേട്ടാ, പക്ഷെ കാർത്തേച്ചിന്റെ കാര്യത്തില് നല്ല ടെൻഷൻ ഉണ്ട്. വിക്രം കാർത്തേച്ചി ഇല്ലാതാക്കും ചെല്ലും എന്നുള്ള കാര്യം ഉറപ്പാ. ഇതിനു മുമ്പ് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടല്ലോ. പണ്ടത്തെ കാർത്തിക എന്നുള്ള നിനക്കറിയാലോ, തലയണയ്ക്കടിയിൽ തോക്കുമായിട്ടാ കാർത്തിക നിൽക്കുന്നേ. എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട്, സ്വരക്ഷയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ, അവിടെ നിന്നൊക്കെ ഊരി പോരാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അത് ശരിയാ, പിന്നെ എനിക്ക് പേടിയില്ല. വിക്രം വരട്ടെ, വരുവാണെങ്കിൽ അവൻ എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അവൻ ഈ പറയുന്ന കായിക ബലമൊന്നും ഇല്ല കിരണേട്ടാ. കിരൺ പറഞ്ഞു, അതെനിക്കറിയാവുന്ന കാര്യ, ഗംഗാപ്രസാദിനെ പോലൊന്നും അല്ല അവന്. അവനധികം കായികബലമൊന്നുമില്ല. അവന് നന്നാവാനായിട്ട് അവസരം കൊടുത്താ. പക്ഷെ പരോളിന് ഇറങ്ങിയിട്ട് ഇനി അവന് പഴയതുപോലെ തന്നെ തരവരുത്തരം കാണിക്കാൻ വരുന്നെങ്കിൽ ജീവനോടെ വെച്ചേക്കില്ല. നിന്റെ സഹോദരനുള്ള സെന്റിമെന്റ്സ് ഒക്കെ ഞാൻ അങ്ങോട്ട് മറക്കും. എന്റെ അളിയനാന്നൊക്കെ മറന്നു കഴിഞ്ഞിട്ട് അവനെ ഞാൻ തീർത്ത് കളയുമെന്ന് പറഞ്ഞു കിരണ. ഈ സമയത്ത് ഉറക്കമില്ലാത്ത ഒരാളും കൂടി ഉണ്ടായിരുന്നു, പ്രകാശന്. എങ്ങാനും വിക്രം വന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിനെ എങ്ങനെ തീർക്കാന്നുള്ള ചിന്തയായിരുന്നു പ്രകാശിന് മനസ്സറിയും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.